ആര് വന്നാലും ഇവിടെ രക്ഷപ്പെടില്ല. കേരളത്തിലുള്ളവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് പറയാനാ? അവർക്ക് അതിനുള്ള സ്കോപ്പില്ല. മലയാളികളല്ലേ. അങ്ങനെ ഒരു വ്യക്തിയെ എടുത്ത് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഒരു മലയാളത്തിൽ ഒരു സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയില്ല. നടൻ വിജയിയെ പോലെ മലയാളത്തിൽ നിന്നും സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഒരു നടൻ വന്നാൽ അതാരായിരിക്കും? നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം അറിയാം. അതാരും നിൽക്കലുണ്ടാവില്ല. അത് വെച്ചാൽ ഇവിടെ കുറേ പാർട്ടികളിലല്ലേ, അപ്പോൾ വിജയ് വരുന്ന പോലെ ഒരാൾ അതിപ്പോൾ ആരുമില്ല. അങ്ങനെ ചോദിച്ചാൽ പൃഥ്വിരാജ്. എന്തുകൊണ്ടാ? പൃഥ്വിരാജ് ഭയങ്കര ഇഷ്ടം. പൃഥ്വിരാജ് സ്വന്തം എടുക്കുന്ന നിലപാടൊക്കെ നല്ലൊരു ഇതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ആളില്ല. എല്ലാവരും ഈ വിധിപ്പെട്ട ആളുകൾ തന്നെയാണ്. സിനിമ ഫീൽഡിൽ ഇവിടെ നല്ല മലയാളികൾ, നമ്മുടെ കേരളത്തിലെ ഫിലിം ഫീൽഡിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാലും ഒരാളെ പറഞ്ഞ ഏത് നടനാണ്? അങ്ങനെ ഒരു വ്യക്തിയെ എടുത്ത് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടന്മാരായിട്ട് മെയിനായിട്ട് ഇങ്ങനെ ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ പൃഥ്വിരാജ് അങ്ങനെ ആൾക്കാരൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ. അങ്ങനെ വട്ട സീറോ ആവുള്ളൂ. അവിടെ തമിഴ്നാട്ടിലും ഒക്കെ ആവും ഫസ്റ്റ് ടൈം. പിന്നെ നല്ല ഉഷാറാണെങ്കിൽ പിന്നെ മേപ്പോട്ട് പോകും, അല്ലെങ്കിൽ കീപ്പോട്ട് പോകും. ആര് വന്നാലും ഇവിടെ രക്ഷപ്പെടില്ല. മമ്മൂട്ടി അടക്കം വന്നാൽ രക്ഷപ്പെടില്ല. കേരളം അങ്ങനെയാണ്. കേരളത്തിലുള്ളവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് പറയാനാ? ഒരു നടൻ അഥവാ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതിനോടും നമുക്ക് താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ആരാധകരൊന്നും നമുക്കിടയിൽ ഇല്ല അതിനകത്ത്. പിന്നെ പറഞ്ഞു വരാൻ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളു. അവരെന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു മലയാളത്തിൽ ഒരു സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അണികളുണ്ടാവില്ല. ഇവിടുത്തെ പാർട്ടികളെന്ന് പറഞ്ഞാൽ ഉറച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. CPM, CPI, കോൺഗ്രസ്, അതുപോലെ തന്നെ BJP. ഇതിൽ അല്പം രാഷ്ട്രീയത്തിൽ വരുന്നത്, സിനിമയിൽ കൂടെ വരുന്നത്, കളിക്കുന്നത് സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം സ്വന്തം പാർട്ടിയല്ല, അദ്ദേഹം BJPയിലാണ്. അതാണേലും മലയാളത്തിൽ അങ്ങനെ പൃഥ്വിരാജ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? പുള്ളിക്കാരൻ്റെ തീരുമാനങ്ങളും പുള്ളിക്കാരൻ്റെ ഡിസിഷൻസും അതുപോലെ ഓരോന്നിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും പക്ക പെർഫെക്റ്റായിട്ട് ആയിരിക്കും പറയുക. അതുകൊണ്ട് പൃഥ്വിരാജ് ആയിരിക്കും അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരണമെങ്കിൽ. ബാക്കി വേറെ പിന്നെ മമ്മൂക്കി ഉണ്ടായിരുന്നു. മമ്മൂക്ക് പേജ് ആയതുകൊണ്ട് നമുക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ പൃഥ്വിരാജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അവർക്ക് അതിനുള്ള സ്കോപ്പില്ല. മലയാളികളല്ലേ. അങ്ങനെ ഇപ്പോൾ പറയാ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പൃഥ്വിരാജൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഒരു ബോൺ ക്യാരക്ടറാണ് അവൻ്റെ, എന്നുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? അവൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ അവനൊരു ഇച്ചിരി പക്വതയുള്ള ഒരു ആളായിട്ട് നമുക്ക് തോന്നിയത്.